ഇന്ന് ഉച്ചവരെയല്ലേ സ്കൂളുള്ളൂ. അപ്പോൾ ആഫ്റ്റർനൂൺ തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വരും. അതുവരെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാ പറയുന്നേ? നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. അമ്മ റെസ്റ്റോറന്റിലേക്ക് കൊണ്ടുപോവാലോ. അച്ഛന് ഇഷ്ടമുള്ള സ്ഥലങ്ങളെല്ലാം കാണാൻ പോയിക്കൂടെ? ഷോപ്പിങ്ങിനൊക്കെ പോയി അമ്മക്ക് ഇഷ്ടമുള്ള സാരി മേടിച്ചു കൊടുക്കാലോ. പിന്നെ മോർണിംഗ് ഷോ സിനിമയ്ക്ക് പോവാലോ. സലൂണിലേക്ക് കൊണ്ടുപോയി അച്ഛന്റെ ഹെയർ കട്ടൊക്കെ ചെയ്യിച്ചൂടെ? ഇല്ലെങ്കിൽ പാർക്കിൽ പോകാം. അങ്ങനെ ഞങ്ങൾ വരുന്നത് വരെ നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാലോ. ഞങ്ങൾ സ്കൂള് കഴിഞ്ഞ് വരുമ്പോഴും നമുക്ക് അപ്പ തന്നെ വീട്ടിലേക്ക് പോകണ്ട, അമ്പലത്തിലേക്ക് പോവാം. ഞങ്ങൾക്ക് ഇത്രയും ചെയ്യാൻ കാര്യങ്ങളുണ്ടെന്ന് ഇപ്പോഴാ മനസ്സിലായത്. എന്തായാലും ഭാഗ്യം ഞങ്ങളോട് നിങ്ങളെ ക്ലാസ്സിൽ വന്നിരിക്കാൻ പറഞ്ഞില്ലല്ലോ. എന്താ? നമുക്ക് ഐസ്ക്രീം കഴിച്ചാലോ? ഇത്രയും രാവിലെ ഐസ്ക്രീമോ? അതൊന്നും വേണ്ട വിവനേട്ടാ, വണ്ടി നിർത്തണ്ട. ഏത് ഐസ്ക്രീമാ വേണ്ടത്? ഏയ് ചിക്കു, എന്തിനാ നീ അവളുടെ കയ്യിൽ നിന്ന് എടുക്കുന്നേ? എനിക്ക് ടൂട്ടി ഫ്രൂട്ടീസ് ഒരുപാട് ഇഷ്ടമാണെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? അതെ അമ്മേ, ഞങ്ങൾ എപ്പോ ഈ ഐസ്ക്രീം വാങ്ങിയാലും ഈ ചിക്കു ആണ് എന്റെയും കൂടി ടൂട്ടി ഫ്രൂട്ടി എടുത്ത് കഴിക്കുന്നത്. ടൂട്ടി ഫ്രൂട്ടി നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് എന്നിട്ട് എന്താ എന്നോട് പറയാതിരുന്നേ? അമ്മയ്ക്ക് അത് അറിയാമെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ പുറത്ത് കിട്ടുന്ന എല്ലാ ടൂട്ടി ഫ്രൂട്ടീസും അത്ര നല്ലതല്ല. നിനക്കിനി വേണമെങ്കിൽ ഞാൻ തന്നെ അത് വീട്ടിലുണ്ടാക്കി വെച്ചേക്കാം. അമ്മയ്ക്ക് ടൂട്ടി ഫ്രൂട്ടീസ് ഒക്കെ ഉണ്ടാക്കാറിയോ? ആ, പണ്ട് മുതലേ ഞാൻ ഉണ്ടാക്കാറുണ്ട്. അമ്മ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങള് പിന്നെ പുറത്തുനിന്ന് കഴിക്കില്ല. ഉണ്ടാക്കി തരാൻ നമ്മ പറഞ്ഞില്ലേ? ഇപ്പൊ രണ്ടുപേരും കഴിക്ക. എന്താ മിഥുനേട്ടാ, എന്തു പറ്റി? ഒന്നുമില്ല. ചക്കി ചിക്കു, നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഇപ്പോഴാ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ഒരു മെസ്സേജ് വന്നത്. ഇന്ന് നിങ്ങൾക്ക് ക്ലാസ് ഇല്ലാന്ന്. എന്താ കാര്യം പറഞ്ഞില്ലേ? എന്തോ സ്ട്രൈക്ക് ആണെന്നാ പറഞ്ഞേ. അതുകൊണ്ടൊന്ന് സ്കൂളിന് അവധി കൊടുത്തിരിക്കുക. എന്നാ നമുക്ക് അമ്പലത്തിലേക്ക് പോവാം അച്ഛാ. അമ്പലത്തിൽ എന്താ ചിക്കു? ഇന്ന് അമ്പലത്തിലേക്ക് പോവാന്ന് ആഞ്ജനേയ സ്വാമിയോട് ഞങ്ങൾ പ്രാർത്ഥിച്ചതാ. ഞങ്ങൾ അറിയാതെ നിങ്ങൾ എന്തൊക്കെ നേർച്ച നേർന്നത്. അവര് പോണോന്ന് പറഞ്ഞല്ലേ, നമുക്ക് അങ്ങ് പോയേക്കാം. ശരി മിഥുനേട്ടാ, എന്നാ നമുക്ക് പോവാം. വഴിയിൽ നിർത്തണേ, കുറച്ച് പൂജാസ്ഥാനങ്ങൾ വാങ്ങാനുണ്ട്. നീ എല്ലാം നേടിയെന്ന് വിചാരിച്ചപ്പോ കാര്യങ്ങൾ കൂടുതൽ വഷളായല്ലോ മഞ്ജരി. മേഘൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല സരയു. മേഘനെ കുറിച്ച് നിനക്ക് നന്നായിട്ട് അറിയില്ലേ? എന്നിട്ട് നീ എന്താ അത്ര കുറച്ച് കണ്ടത്? അല്ലെങ്കിൽ തന്നെ നിനക്ക് ആ സമയത്ത് ജ്യൂസിന്റെ ആവശ്യമുണ്ടോ? മേഘനെ കൊണ്ട് പണിയെടുപ്പിക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ, പക്ഷെ കൈവിട്ടു പോയി. ഇനി എന്തായാലും ഞാൻ അടുത്ത തവണ സൂക്ഷിച്ചേ നിൽക്കൂ. നീ എന്ത് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല മഞ്ജരി. എനിക്ക് മിഥുൻ പ്രിപ്പയർ ചെയ്യുന്ന ആ ഫയലിലുള്ള എല്ലാ ഡീറ്റെയിൽസും അറിഞ്ഞേ പറ്റൂ. ഇനി അധിക സമയമൊന്നുമില്ല. നാളെ തന്നെ ആ ഫയൽ സബ്മിറ്റ് ചെയ്ത് എനിക്ക് കോട്ട് ചെയ്യാനുള്ളതാ. അതിനു മുൻപേ എനിക്ക് ആ ഫയല് കിട്ടണം. നിനക്ക് ആ ഫയല് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മിഥുന്റെ കൂടെ തന്നെ ഉണ്ടാവണം. അത് തന്നെയല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്. രാത്രി മുഴുവൻ മിഥുന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഫയല് കാണായിരുന്നു. വെറുതെ ജ്യൂസിന്റെ പുറകെ പോയിട്ട് കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയില്ലേ? അതില് നല്ലൊരു പ്ലാൻ ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. ഇനി 3 ദിവസത്തേക്ക് ഞാനും മിഥുനും ഒരു റൂമിൽ തന്നെയായിരിക്കും. അതെന്ത് പ്ലാനാന്നൊന്ന് പറഞ്ഞേ. നിങ്ങൾ തേടി നടക്കുന്ന ആ ആള് ഞാനാ. മഞ്ജരി, ഈ സമയത്ത് നിനക്ക് ഭാവിയാണോ അറിയേണ്ടത്? നിങ്ങൾ രണ്ടുപേര് ആരുടെ കൈ നോക്കിയാ പറയണ്ട? ഞാൻ നിങ്ങൾ ഭാവി പറയേണ്ടത് ഞങ്ങളുടേതല്ല, ഇവിടെ വച്ചുമല്ല പറയേണ്ടത്. അതുമാത്രമല്ല, നിങ്ങൾക്കറിയാവുന്നത് പറയേണ്ട ആവശ്യവും ഇല്ല. ഞാൻ പറഞ്ഞു തരുന്നത് അതുപോലെ പറഞ്ഞാ മതി. എന്താപ്പ ഞാൻ പറയണ്ടേ? നിങ്ങൾക്ക് ഞാനൊരു അഡ്രസ് തരാം, ആ വീട്ടിലേക്ക് പോണം.
നിങ്ങൾ ആ വീട്ടിലുള്ള അമ്മയുടെ അടുത്ത് നിങ്ങളുടെ മകനും ഗർഭിണിയായിരിക്കുന്ന നിങ്ങളുടെ മരുമകളും കൂടി ഇനി അങ്ങോട്ട് 3 രാത്രി ഒന്നിച്ച് താമസിക്കണമെന്ന് പറയണം. ആ പിന്നെയും കുറച്ച് കാര്യങ്ങളൂടി പറയാനുണ്ട്. എന്നാ പിന്നെ അങ്ങനെ ഞാൻ ചെയ്തോളാം. ഈ പറഞ്ഞതിൽ ഒന്നുപോലും മിസ്സാവാൻ പാടില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെ പറയണം. എന്നിട്ട് എന്റെ അമ്മയമ്മയെ വിശ്വസിപ്പിക്കണം. വിശ്വസിപ്പിക്കുന്നൊക്കെ ഞാൻ ഏറ്റു. പക്ഷെ അതിനെനിക്ക് ഈ തരുന്ന കാശിനുള്ള പണിയെടുത്തിരിക്കണം. അതൊക്കെ ചെയ്തോളാം. ദാ ഇതാണ് ആ വീടിന്റെ അഡ്രസ്. എന്നാ പിന്നെ ശരി, ഞാൻ പോട്ടെ. ഈ പ്ലാൻ വർക്കൗട്ട് ആവോ മഞ്ജരി? ഈ കാക്കാത്തി പറയുന്നതൊക്കെ നിന്റെ അരുണിമാൻഡി വിശ്വസിക്കോ? പിന്നെ തീർച്ചയായിട്ടും വിശ്വസിക്കും. എനിക്ക് വേണ്ടിയല്ല, എന്റെ വയറ്റിലുള്ള ഇല്ലാത്ത കുഞ്ഞിന് വേണ്ടി. അരുണിമാൻറ്റിക്ക് എന്നോട് സ്നേഹമോ അല്ല ഇനി എന്തെങ്കിലും വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ പോലും അവരെന്നെ ആ വീട്ടിലെ മരുമകളായിട്ട് അക്സെപ്റ്റ് ചെയ്യില്ല. എന്റെ വയറ്റിൽ ഇല്ലാതിരുന്ന ഒരു കുട്ടി ഉണ്ടെന്ന് പറഞ്ഞപ്പോ ആ കുട്ടിക്ക് വേണ്ടി ഇപ്പോ അവർ മേഘനയേക്കാൾ എന്നെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരൊറ്റ തുറുപ്പുചീട്ട് ഉപയോഗിച്ച് ഞാൻ ആ മേഘനയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്താൻ പോവാ. ഓക്കെ മഞ്ജരി, ഈ പ്ലാനെങ്കിലും കറക്റ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്യും. മിഥുന്റെ കൂടെ ഇരുന്ന ഫയൽ ഡീറ്റെയിൽസ് എനിക്ക് അയക്കണം. ഷുവർ സരയു. അടുത്ത 3 ദിവസം ഞാൻ മിഥുനോടൊപ്പം തന്നെ ഉണ്ടാവും. അത് മേഘന വിചാരിച്ചാലെന്നല്ല, ആ ഈശ്വരന് പോലും തടയാൻ കഴിയില്ല. മേഘനെ, അമ്മേ, അയ്യോ എന്താ ഇത്? ബുധനാഴ്ചയായിട്ട് കയ്യിൽ കിടന്ന വളകൾ പൊട്ടിപ്പോയി. എന്തോ ഒരു അപശകുനമുണ്ട്. അങ്ങനെയൊന്നുമില്ല മേഘനെ. നമ്മൾ അമ്പലത്തിലേക്കല്ലേ വന്നേക്കുന്നേ. എന്ത് പ്രശ്നം ഉണ്ടായാലും അത് തടയാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമല്ലോ. നടക്ക. പറഞ്ഞോളൂ കുട്ടി. ഒരു പുഷ്പാഞ്ജലി ഉണ്ടായിരുന്നു തിരുമേനി. അതിനെന്താ, ചെയ്തു കളയാം. മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. പറഞ്ഞോളൂ. ഇപ്പൊ അമ്പലത്തിലേക്ക് ഞങ്ങൾ കയറി വരുമ്പോ ഒരു പരന്ത തലയ്ക്ക് മുകളിൽ വട്ടമിട്ട് വന്നു. എന്റെ കയ്യിൽ 1-2 വളകൾ പൊട്ടുകയും ചെയ്തു. എന്തെങ്കിലും ദോഷം ഉണ്ടാവുമെന്നാണോ? അത് പിന്നെ ബുധനാഴ്ച ദിവസമായിട്ട് സൗഭാഗ്യവതിയായ ഒരു സ്ത്രീയുടെ കയ്യിലെ വളകള് പൊട്ടിപ്പോകുന്നത് അമംഗളം തന്നെയാണ്. നിങ്ങളുടെ മനസ്സിൽ തോന്നിയ പേടി ശരിയാ. സംഭവിക്കാൻ പോകുന്ന എന്തോ അനിഷ്ടത്തിന്റെ സൂചനയാ അത്. എന്താ തിരുമേനി ഇത്? അവൾ ഓൾറെഡി പേടിച്ച് നിൽക്കുക. പിന്നെയും പേടിപ്പിക്കുന്ന എന്തിനാ? ഇത് പേടിപ്പിക്കാൻ ശ്രമിച്ചൊന്നുമല്ല, ഒരു മുന്നറിയിപ്പ് തന്നേ ഉള്ളൂ. അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ എന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ പറഞ്ഞു തരൂ തിരുമേനി. അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. ആദ്യം ഞാൻ ഈ പൂജ തീർക്കട്ടെ. അതിനോടകം നിങ്ങൾ 9 തവണ സീതാരാമനെ വലം വെച്ച് വരിക. ഓം സഹസ്ര ശ്രീ. ഞങ്ങൾ ആഞ്ജനേയ സ്വാമിയുടെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് വരാം. അതെ, പ്രാർത്ഥിച്ചോളാന്ന് ആഞ്ജനേയ സ്വാമിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിക്ക്. അതെ, ഇവിടുത്തെ പൂജ കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് പോകാം. അത് പോരാ അച്ഛാ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ പൂജയൊക്കെ ചെയ്യും. ഞങ്ങൾ ആഞ്ജനേയ സ്വാമിയുടെ അടുത്ത് പോയിട്ട് വരാം. നിങ്ങൾ പറയുന്നത് കേക്ക്. ഇപ്പൊ എങ്ങോട്ടും പോവണ്ട. ആഞ്ജനേയ സ്വാമിയോട് വരാന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോണം. ശരി, എന്നാ പിന്നെ അവര് പോയിട്ട് വരട്ടെ. നിങ്ങൾ അവിടെ തന്നെ ഉണ്ടാവണം, വേറെ എങ്ങും പോരുതേ. മേഘനെ,
നമുക്ക് പ്രദർശനം ചെയ്യാം. വാ. കൈനോക്കി പറയണോ? നടന്നതും പറയാം, നടക്കാനിരിക്കുന്നതും പറയാം. ആരാ നിങ്ങൾ അകത്തേക്ക് കയറ്റിവിട്ടത്? ഇറങ്ങി പോവാൻ നോക്ക്. നല്ലതും പറയും, നല്ലതല്ലാത്തതും പറഞ്ഞു തരാം. എന്നോടൊന്ന് അകത്തേക്ക് വന്നോന്ന് പറഞ്ഞൂടെ? അതിന്റെ ആവശ്യമൊന്നുമില്ല. പുറത്തേക്ക് പോവാൻ നോക്ക്. ഒത്തിരി അനിഷ്ടങ്ങൾ ഈ വീട്ടിൽ നടക്കുന്നുണ്ടേ. പറഞ്ഞ മനസ്സിലാവില്ലേ? ഇറങ്ങി പോ. പ്രിയമരെ, നിക്ക്. സെക്യൂരിറ്റി. നിങ്ങൾ അകത്തേക്ക് വന്നോളൂ. ഉം. ഈ വീട്ടിൽ ആരും പ്രതീക്ഷിക്കാത്തൊരു മംഗളകാര്യം നടക്കാൻ പോന്നു. നിങ്ങളുടെ മോനെ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കാൻ ഒരു സൗഭാഗ്യം എത്തിയിരിക്കുകയാണ്. പക്ഷേ വീട്ടിലൊരു മരുമോള് മംഗല്യമില്ലാതെ ഗർഭിണിയായിരിക്കുന്നു. ഗർഭിണിയായ ഒരു മരുമകൾക്ക് മനസമാധാനമില്ല. ഇതെന്താ നടക്കാത്ത കാര്യങ്ങളൊക്കെ നടക്കുന്നു പറയുന്നുണ്ടല്ലോ. ഗർഭിണിയെയും ചെറുക്കനെയും ഒന്നിച്ചൊരിടത്തേക്കാക്കൂ. അടയിലെ ശർക്കര എന്ന പോലെ അവരെപ്പോഴും ഒന്നിച്ചുണ്ടാവണം. അപ്പോഴേ വയറ്റിക്കിടക്കുന്ന കുഞ്ഞ് അനായാസേന പുറത്തേക്ക് വരൂ. അമ്മ മഹാമായയുടെ മോഹമാണിത്. വരദാനം തന്നിരിക്കുന്നു. 3 നാൾ അവരൊന്നിച്ചു കഴിയണം. അപ്പോ എന്റെ മകനും മരുമകളും പൂജകളൊക്കെ ചെയ്ത് വരുന്ന 3 രാത്രികളിൽ അവരെ ഒന്നിച്ചു നിർത്തണമെന്നാണ് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. എന്നാലേ വയറ്റിലെ കുട്ടി രക്ഷപ്പെടൂ. ഇപ്പറയുന്നതൊന്നും ഞാനല്ലേ അല്ല, എന്റെ നാവിലുള്ള മഹാമായയാണിത് പറയുന്നത്. ഇല്ലാത്തതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ളവരുടെ കഴിവ് കണ്ടാലറിയാം ഇത് തീർച്ചയായിട്ടും മഞ്ജരിയുടെ പ്ലാൻ തന്നെയാണെന്ന്. അമ്മയുടെ അരുൾവാക്ക് പൊയ്യാക്കരുത്. പറഞ്ഞതെല്ലാം അക്ഷരസത്യമാണ്. അനുസരിച്ചാൽ നിനക്ക് തന്നെ മെച്ചം. മനസ്സിൽ കൊള്ളാതെ വിട്ടാൽ അനർത്ഥങ്ങളേ ഉണ്ടാവൂ. ജേട്ടാ, ഇത് വെച്ചോളൂ. അമ്മയ്ക്കേറെ സന്തോഷമായിരിക്കുന്നു. ഈ പണം അമ്മ മഹാമായയ്ക്ക് മാത്രമുള്ളതാണ്. നല്ലത് നടന്നു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും വരുമ്പോൾ എനിക്കുള്ളത് തന്നേക്കും. കാക്കാത്തി പറഞ്ഞിട്ട് പോയത് മിഥുനെയും മേഘനെയും ഒന്നിച്ചു നിർത്തണമെന്നല്ലേ അരുണിമേ? അല്ല ജേട്ടാ, അതിനിപ്പോ നമ്മുടെ മേഘന ഗർഭിണിയല്ലല്ലോ. അവര് പറഞ്ഞത് മിഥുനെയും മഞ്ജരി ഒന്നിച്ചു നിർത്തുന്ന കാര്യം. ഇതും മഞ്ജരിയുടെ പ്ലാൻ തന്നെ ആയിരിക്കണം. ആ മഞ്ജരി വീണ്ടും എന്തൊക്കെയോ ചെയ്യാൻ പോവാ. എന്നാ പിന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അമ്മയുടെ സ്മാർട്ട് വാച്ച് എടുക്ക്. വിവേക് പറഞ്ഞ പോലെ ചെയ്യാം. എന്നാലേ അവര് പ്ലാൻ ചെയ്യുന്നത് എന്താന്ന് നമുക്ക് അറിയാൻ പറ്റൂ.
മിഥുനായിട്ട് 3 ദിവസം ഒരുമിച്ചിരിക്കാൻ വേണ്ടി എന്തൊരു പ്ലാനാ നീ വർക്ക്ഔട്ട് ചെയ്തത്? എന്ത് പ്ലാൻ ആന്റി? നിന്റെ ഡ്രാമയൊന്നും എന്റെ മുന്നിൽ വേണ്ട. ആ കാക്കാത്തി അരുണിമ ചേച്ചിയോട് പറഞ്ഞ ഓരോ വാക്കും നീ പറഞ്ഞു പഠിപ്പിച്ചെന്ന് എനിക്കറിയാം. പക്ഷേ ഇതെന്റെ പ്ലാനാണെന്ന് ആ അരുണിമാന്റിക്ക് ഇതുവരെ മനസ്സിലായില്ലല്ലോ ആന്റി. അതെങ്ങനെ അറിയാനാ? നിന്നെ ശരിക്കിപ്പോ വിശ്വസിച്ചിരിക്കല്ലേ? ആ വിശ്വാസം ഉപയോഗിച്ച് അരുണിമാന്റിയെ കൊണ്ട് എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ ചെയ്യിക്കും. ഇനി വരുന്ന ഈ 3 ദിവസങ്ങളിൽ മിഥുനും ഞാനും പൂജകളൊക്കെ ചെയ്ത് ഒന്നിച്ച് നിൽക്കാൻ പോവാ ആന്റി. ഇത് 3 ദിവസത്തിൽ അവസാനിപ്പിക്കോ അതോ മുന്നോട്ടും ഇനി അങ്ങനെ തന്നെ ആയിരിക്കോ? പൂജകളൊക്കെ ചെയ്ത് 3 രാത്രികളിലായിട്ട് ഞങ്ങൾ ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ ലൈഫ് ലോങ് ഞങ്ങൾക്ക് പിന്നെ ഒന്നിച്ചു നിൽക്കാലോ ആന്റി. നീ ഇങ്ങനെ ഓരോന്നും പ്ലാൻ ചെയ്താ മേഘന മിണ്ടാതിരിക്കുന്നു കരുതുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. പക്ഷെ അവളെ രക്ഷിക്കാൻ സാക്ഷാൽ ഈശ്വരൻ തന്നെ ഇറങ്ങി വന്നാലും ഒരിക്കലും അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് എനിക്ക് അറിയാലോ ആന്റി. എന്താ ആഞ്ജനേയ സ്വാമി ഇത്? ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടാ നേർച്ചയൊക്കെ തീർത്തത്. കൊച്ചു കുട്ടികളായിട്ടും ഞങ്ങളുടെ അച്ഛനും അമ്മയും അറിയാതെ വീട്ടിലൊരാളോട് പോലും പറയാതെ വെള്ളമോ ആഹാരമോ കഴിക്കാതെ അന്ന് ഒറ്റയ്ക്ക് സ്വാമിയെ കാണാൻ അമ്പലത്തിലേക്ക് വന്നതല്ലേ? അതൊക്കെ ചെയ്തിട്ടും ഞങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് എന്തിനാ? ആ മഞ്ചരി ശൂർപ്പണകയെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് വീണ്ടും ഞങ്ങളുടെ വീട്ടിലേക്ക് എന്തിനു തിരിച്ചു കൊണ്ടുവന്നേ? സ്വാമിയുടെ സീതയുടെ രാമന്റെ ഇടയ്ക്ക് ആരെങ്കിലും വന്നാ സ്വാമി ഇതുപോലെ നോക്കിക്കൊണ്ടിരിക്കോ? അവരെയൊക്കെ സ്വാമി പണിഷ് ചെയ്യാതെ വിടുവോ? സ്വാമിയുടെ ഗത കൊണ്ടടിച്ച് അവരെ വേറെ എവിടെങ്കിലും അയക്കില്ലേ? സ്വാമിക്ക് സ്വാമിയുടെ സീതയും രാമനും എങ്ങനെയാണോ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനും അമ്മയും. രാമനും സീതയും കഷ്ടപ്പെട്ട സ്വാമിക്ക് അത് കാണാനേ പറ്റില്ല. അതുപോലെ ഞങ്ങളുടെ അച്ഛനും അമ്മയും വിഷമത്തിലായ ഞങ്ങൾക്കും കാണാൻ പറ്റില്ല. ഈ നാളികേരം കൊണ്ടുപോയി ആ കല്ലിൽ വെച്ച് ഉടയ്ക്കൂ മോളെ. അങ്ങനെ ചെയ്യാൻ തിരുമേനി. പറ ആഞ്ജനേയ സ്വാമി, പണ്ടൊക്കെ ഞങ്ങൾ വിചാരിക്കുമ്പോ ഞങ്ങളുടെ കൺമുമ്പിൽ വരുമായിരുന്നു. ഇപ്പൊ എന്താ ഞങ്ങളുടെ മുമ്പിൽ വരാത്തെ? ഞങ്ങളോട് പറഞ്ഞ നേർച്ചയൊക്കെ ചെയ്തിട്ടും ഞങ്ങളുടെ ആഗ്രഹം എന്താ സാധിച്ചു തരാത്ത? കൊച്ചു കുട്ടികളാന്ന് കരുതി ഞങ്ങളെ പറ്റിക്കാന്നാണ് സ്വാമി വിചാരിച്ചത്. ഞങ്ങളോട് സ്വാമി എപ്പോഴും പറയാറില്ലേ കൊച്ചുകുട്ടികളെ സ്വാമിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന്. പിന്നെ എന്തിനാ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? പറ ആഞ്ജനേയ സ്വാമി, ഞങ്ങളിനി എന്ത് ചെയ്താലോ ഞങ്ങളുടെ അച്ഛനും അമ്മയും ഒരുമിപ്പിക്കാൻ പറ്റുക? ആ മഞ്ചരി പിശാചിനെ എങ്ങനെയാ പുറത്താക്കുക? ഒന്ന് പറഞ്ഞു തരുന്നുണ്ടോ? ഞങ്ങളോട് സംസാരിക്കുന്നത് വരെ ഞങ്ങൾ ഈ കർപ്പൂരവും കയ്യിൽ പിടിച്ച് ഇവിടെ തന്നെ നിൽക്കാൻ പോവാണ്. ഞങ്ങളുടെ കൈ പൊള്ളി പോയാലും സാരമില്ല. ഞങ്ങളുടെ അച്ഛന്റെ അമ്മയുടെ ഇടയിൽ ഒരു പ്രശ്നവും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ചെയ്യണ്ട കുട്ടികളെ. ആരാ മുത്തശ്ശ നിങ്ങള്? ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ കയ്യിൽ കർപ്പൂരം വെച്ച് പ്രാർത്ഥിക്കാൻ മാത്രം എന്താ ഉണ്ടായേ? ആഞ്ജനേയ സ്വാമിക്ക് ഞങ്ങളോട് തീരെ സ്നേഹമില്ല. ഇപ്പൊ വേണ്ടത് സ്നേഹമല്ല, നല്ല ബുദ്ധിയാണ് മക്കളെ. എന്റെ ബുദ്ധിയോ? അതെ, ആപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ബുദ്ധി. എന്താ മുത്തശ്ശ അത്? നിങ്ങളുടെ അച്ഛനും അമ്മയും അകറ്റാൻ നടക്കുന്നവള് വീണ്ടും നിങ്ങളുടെ ഇടയിലേക്ക് വരാതിരിക്കാൻ അവരെ രണ്ടുപേരെ നിങ്ങൾ ഒന്നിച്ചു കെട്ടണം. പിന്നെ അവരുടെ ഇടയിലേക്ക് മറ്റാർക്കും വരാൻ പറ്റില്ല. അച്ഛനെയും അമ്മയും ഒന്നിച്ചു കെട്ടണമെന്ന് ഈ മുത്തശ്ശൻ ആരാ ചിക്കു? ഈ മുത്തശ്ശന് ഭ്രാന്താണെന്ന് തോന്നുന്നേ. ആ മുത്തശ്ശൻ എവിടെ പോയി?